ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും ചുരങ്ങക്കറിയാണ്. വെള്ളേരി, കർമൂസ, ഇളവൻ കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഒന്നുണ്ടാക്കി നോക്കണേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് തൂരപ്പരിപ്പാണ്. കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം ചേർത്ത് 1/4 ടേബിൾ സ്പൂൺ മുളകുപൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, കഷ്ണങ്ങൾ മുങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെക്കുക. ഒരു കൈപ്പിടി തേങ്ങ ചിരവിയതാണ്. തേങ്ങ അരിഞ്ഞതിന് ശേഷം മാത്രം 2 ചെറിയുള്ളി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഒരു വിസിൽ ഇവിടെ വന്നിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞ ഉടനെ കുക്കറിൻ്റെ പ്രഷറെല്ലാം കളഞ്ഞു തുറന്നപ്പോൾ പരിപ്പ് അധികം ഉടഞ്ഞു പോകാതെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഉപ്പ് പോരെങ്കിൽ ഉപ്പും ചേർത്ത് പരിപ്പ് കറി തണിഞ്ഞു വരുമ്പോൾ കട്ടി കൂടി വരും. കട്ടി കൂടുതലാണെന്ന് തോന്നിയാൽ 1/4 ഗ്ലാസ് വെള്ളം ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. കറി തിളയ്ക്കുമ്പോൾ കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം എടുക്കാവുന്നതാണ്. കറി ഇവിടെ തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കാച്ചിയത് ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിയ ശേഷം ചെറിയുള്ളി ഇട്ട് ഒന്ന് വാടി വരുമ്പോൾ കറിയിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം അതിൽ നിന്ന് ഒരു കയ്യിൽ കറി കാച്ചിയ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കോരിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ല രുചി ഉണ്ടാകും. പരിപ്പ് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഒന്നുണ്ടാക്കി നോക്കണേ. കൂടെ തന്നെ ഷെയറും സപ്പോർട്ടും തരണേ. പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.